നമസ്കാരം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്ന വേഗതയിൽ പ്രകടമായ കുറവ് വരുത്തിയതായും തൽഫലമായി ദിവസങ്ങളുടെ ദൈർഘ്യം വർദ്ധിക്കുന്നതായും പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ. മനുഷ്യൻ്റെ ഇടപെടൽ മൂലമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ പ്രതിഭാസത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് വീന സർവകലാശാലയിലെയും ETH സൂറിച്ചിലെയും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ 3.6 ദശലക്ഷം വർഷങ്ങൾക്കിടയിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം വേഗത്തിലാണ് ഭൂമിയുടെ ഭ്രമണവേഗത ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആഗോളതാപനം മൂലം ധ്രുവപ്രദേശങ്ങളിലെ ഐസ് പാളികൾ ഉരുക്കുന്നതാണ് ഈ മാറ്റത്തിന് ആധാരമെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലെ ഹിമപാളികളും ഗ്ലേഷ്യറുകളും ഉരുകുമ്പോൾ ആ വെള്ളം സമുദ്രനിരപ്പ് ഉയർത്തുകയും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പുനർവിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഭൂമിയുടെ ഭാരം മധ്യഭാഗത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഗ്രഹത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വർദ്ധിക്കുകയും കറക്കത്തിൻ്റെ വേഗത കുറയുകയും ചെയ്യുന്നു. 2000-നും 2020-നും ഇടയിൽ കാലാവസ്ഥാ സംബന്ധമായ ഇത്തരം മാറ്റങ്ങൾ മൂലം ഒരു നൂറ്റാണ്ടിൽ 1.33 മില്ലി സെക്കൻഡ് എന്ന തോതിൽ പകലിൻ്റെ ദൈർഘ്യം വർദ്ധിച്ചതായി പഠനം വ്യക്തമാക്കുന്നു. ഭൂമിയുടെ കറക്കം കുറയുന്നത് ചരിത്രപരമായി പ്രധാന കാരണം ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലമായിരുന്നു. ചന്ദ്രൻ്റെ സ്വാധീനം മൂലം ഒരു നൂറ്റാണ്ടിൽ ഏകദേശം 2.4 മില്ലി സെക്കൻഡ് എന്ന തോതിലാണ് പകലിൻ്റെ ദൈർഘ്യം കൂടിയിരുന്നത്. എന്നാൽ 21-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കാലാവസ്ഥാ വ്യതിയാനമായിരിക്കും ചന്ദ്രനേക്കാൾ ഉപരിയായി ഭൂമിയുടെ ഭ്രമണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമെന്ന് ഗവേഷകർ പ്രവചിക്കുന്നു. പുരാതന കടൽ ജീവികളുടെ ഫോസിലുകൾ പരിശോധിച്ചാണ് മുൻകാലങ്ങളിലെ സമുദ്രനിരപ്പിലെ മാറ്റങ്ങളും പകലിൻ്റെ ദൈർഘ്യവും ശാസ്ത്രജ്ഞർ താരതമ്യം ചെയ്തത്. നിലവിലെ മാറ്റം പ്ലയോസിയൻ യുഗത്തിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും തീവ്രമായ മാറ്റമാണെന്ന് ഇത് തെളിയിക്കുന്നു. മനുഷ്യർക്ക് നേരിട്ട് അനുഭവപ്പെടാത്ത മില്ലി സെക്കൻഡുകളുടെ ഈ മാറ്റം സാങ്കേതിക വിദ്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. GPS സാറ്റലൈറ്റുകൾ, ബഹിരാകാശ പര്യവേക്ഷണങ്ങൾ, അതിസങ്കീർണമായ സാമ്പത്തിക ശൃംഖലകൾ എന്നിവ കൃത്യമായ സമയക്രമീകരണത്തെയാണ് ആശ്രയിക്കുന്നത്. ഭൂമിയുടെ കടക്കത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ഇത്തരം സംവിധാനങ്ങളുടെ കൃത്യതയെ ബാധിച്ചേക്കാം. അന്താരാഷ്ട്ര സമയക്രമീകരണത്തിൽ വരുത്തേണ്ടിയിരുന്ന നെഗറ്റീവ് ലീപ്പ് സെക്കൻഡ് 2026 നിന്ന് 2029 നീട്ടാൻ ഈ പ്രതിഭാസം കാരണമായിട്ടുണ്ട്. മനുഷ്യൻ്റെ ഉറക്കത്തെയോ ജൈവ ഘടികാരത്തെയോ ഈ മാറ്റം കാര്യമായി ബാധിക്കില്ല എങ്കിലും സാങ്കേതിക ലോകത്തിന് ഇത് വലിയ വെല്ലുവിളിയാണ്. ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ ഇതേപടി തുടരുകയാണ് എങ്കിൽ ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഒരു പകലിൻ്റെ ദൈർഘ്യം 2.62 മില്ലി സെക്കൻഡ് വരെ വർദ്ധിച്ചേക്കാം. പ്രകൃതിയിൽ മനുഷ്യൻ നടത്തുന്ന ഇടപെടലുകൾ ഭൂമിയുടെ അടിസ്ഥാനപരമായ ചലനങ്ങളെപ്പോലും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഗൗരവകരമായ തെളിവാണ് ഈ പഠനം നൽകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.